ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയായ ഒരു ചട്നി ഉണ്ടാക്കിയാലോ. ഇത് നല്ല ഹെൽത്തിയാണ്. അതുപോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഉച്ചയ്ക്ക് ലഞ്ചിനും സപ്പറിനും കൂടെ ഉപയോഗിക്കാം. ഇപ്പോൾ ഇത് കണ്ടപ്പോൾ മനസ്സിലായല്ലോ ഏതാണ് ചട്നി എന്ന്. നമുക്ക് വാൽനട്ട് കൊണ്ട് നമുക്ക് ചട്നി ഉണ്ടാക്കാം കേട്ടോ. അതിന് ഒരു 10 വാൽനട്ട് തലേ ദിവസം രാവിലെ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് വയ്ക്കണം. 1 കപ്പ് തേങ്ങ വേണം, ശകലം വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 1 സവാള കൊത്തിയരിഞ്ഞത്, 2 വറ്റൽമുളക്, ആവശ്യത്തിനുള്ള ഉപ്പ്, പുളി. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ. ഈ വാൽനട്ട് ചട്നി ആണെങ്കിൽ വളരെ ടേസ്റ്റിയാണ്. കുട്ടികളാണെങ്കിൽ നമ്മൾ വാൽനട്ട് കൊടുത്താൽ കഴിക്കില്ല, കാരണം അതിന് രുചി കുറവാണ് അല്ലേ. അപ്പോൾ ഇതുപോലെ ചട്നി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കഴിക്കും. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഉച്ചയ്ക്ക് ലഞ്ചിനും രാത്രി സപ്പറിനും കൂടെ നമുക്ക് ഉണ്ടാക്കി വെക്കാം. ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് നോക്കാം. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക, 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് വെളുത്തുള്ളി കഷ്ണങ്ങളും ഇഞ്ചിയും ഇട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റണം. ഇതിൻ്റെ കൂടെ 2 വറ്റൽ മുളക് കൂടെ നമുക്ക് ചേർക്കാം. അത് കഴിഞ്ഞ് നമുക്ക് സവാള കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അതുകൂടെ നമുക്ക് ചേർക്കാം. ഇത് നന്നായിട്ട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല. സവാള ചെറുതായിട്ട് ഒന്ന് സവാളയുടെ മണം പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് തേങ്ങ ചേർക്കാം. കുറച്ച് തേങ്ങ മതി കേട്ടോ. ഞാനിവിടെ ആണെങ്കിൽ ഒരു 1/2 കപ്പ് തേങ്ങയെ ചേർത്തിട്ടുള്ളൂ. അതും അതുപോലെ തന്നെ നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കൂടെ പുളി കൂടെ ഒരു ചെറിയ കഷ്ണം, ഒരു ചുണ്ടയ്ക്കാര വലുപ്പത്തിൽ പുളി കൂടെ ചേർക്കണം. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് ഈ വാൽനട്ടും ചേർത്ത് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് കടുക് വറുത്താലോ. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക, 1 സ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി. 1/4 ടീസ്പൂൺ കടുകിടുക. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് സവാള കൊത്തിയരിഞ്ഞത് അല്ലെങ്കിൽ ചെറിയ ഉള്ളി അതുകൂടെ ഇട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്കിതിനെ നന്നായിട്ട് നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് ഇതങ്ങ് മൊരിഞ്ഞ് വന്നോട്ടെ. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന വാൽനട്ട് ചട്നി കൂടെ നമുക്ക് ചേർക്കാം. ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.